നമസ്കാരം. മനോരമ കാണിച്ചിരിക്കുന്ന ഒരു തെമ്മാടിത്തരം നോക്കണേ. പല ആവർത്തി പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അറിയാതെ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് അവർക്ക് വിദ്വേഷമുള്ളവരെ കുറിച്ച് വിദ്വേഷം സൃഷ്ടിക്കുക എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ കാണുന്നതിന്റെ ദൃശ്യം. നോക്കേ, ഒരു കുട്ടികൾ ആഹാരം കഴിക്കുന്ന പടം മാത്രം, അതിൽ ആരുടെയും മുഖമില്ല. യൂണിഫോം ഇട്ട കുട്ടികൾ ആഹാരം കഴിക്കുന്നു. ആ ആഹാരം കഴിക്കുന്ന ചിത്രം വെച്ചിട്ട് മനോരമ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. നോക്കേ, ഉച്ചഭക്ഷണത്തിൽ തെരുവനായ തലയിട്ടത് കുട്ടികൾ കണ്ടു. അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടും അതേ ഭക്ഷണം തന്നെ കുട്ടികൾക്ക് വിളമ്പുകയായിരുന്നു. സ്ട്രേ ഡോഗ് മനോരമ ന്യൂസ് എന്ന് ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്ത പെട്ടെന്ന് ഈ വാർത്ത കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? പേര്, ഊര്, എവിടെ, എങ്ങനെ ഒന്നുമില്ല. ഉച്ചഭക്ഷണത്തിൽ തെരുവനായ തലയിട്ടത് കുട്ടികൾ കണ്ടു. സ്വാഭാവികമായിട്ടും മലയാള പത്രമാണ്. മലയാളം ക്യാപ്ഷൻ മാത്രം അല്ലെങ്കിൽ ഹെഡിങ് മാത്രം വായിച്ചിട്ട് പോണവരെ സംബന്ധിക്കുന്നിടത്തോളം ഒറ്റയടിക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകും. സ്വാഭാവികമാണ്. ആ തോന്നൽ ഉണ്ടാകണമെന്ന്, അതാണ് മനോരമയുടെ ലക്ഷ്യം. സംഭവം ഇത് കേരളത്തിൽ നടന്നതാണ്. കേരളത്തിൽ നടന്നതല്ല എന്ന് മനോരമയ്ക്ക് അറിയാം. പക്ഷേ കേരളത്തിൽ നടന്നതുപോലെ കുറെ മനുഷ്യരെങ്കിലും അങ്ങ് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഈ ക്യാപ്ഷൻ അടിച്ചു വെച്ചത്. ഇനി ഈ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ? വാർത്ത നോക്കിയേ. തെരുവുനായ നക്കിയ ഭക്ഷണം വിളമ്പിയത് ഛത്തീസ്ഗഡിലെ സർക്കാർ സ്കൂളിൽ. എവിടെ? ഛത്തീസ്ഗഡിലെ സർക്കാർ സ്കൂളിൽ 78 കുട്ടികൾക്ക് പ്രതിരോധ വാക്സിൻ നൽകി. അപ്പോ മനോരമ വാർത്ത വായിച്ചിട്ട് നിങ്ങൾ എന്താണ് ധരിച്ചത്? മനോരമയുടെ ഉദ്ദേശം ഒരു 10 തെറി പിണറായി വിജയന് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു 10 പുലഭ്യം അല്ലെങ്കിൽ പുലയാട്ട് പിണറായി സർക്കാരിനെതിരെ നടത്തുകയാണെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യനായി. ഇതാണ് ആ കൂലി എഴുതുന്നവന്റെ ഉദ്ദേശം. ഇത് സൃഷ്ടിക്കലാണ് മനോരമയ്ക്കകത്ത് ഓരോ എണ്ണത്തിനെ ഇരുത്തിക്കൊണ്ട് മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്ന ഓരോ ടാസ്ക്. ആ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഛത്തീസ്ഗഡിലെ വിഷയം പോലും സംസ്ഥാനം ഏതെന്നോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നോ ഏത് സ്കൂളിലാണെന്നോ ഒന്നും ഒരു ഐഡിയയും ഇല്ലാത്ത രീതിയിൽ ക്യാപ്ഷൻ ഉണ്ടാക്കുക. ആ ക്യാപ്ഷൻ വായിച്ച് കടന്നു പോകുന്നവർ പലരും ഡീറ്റെയിലിംഗ് വാർത്ത വായിക്കുന്നത് വളരെ കുറവാണ്. അപ്പോ വലിയ ഫോണ്ടിൽ ഇത് കാണുമ്പോൾ ഇത് വായിച്ചുടനെ നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകളിലേക്കൊക്കെ ഇതാണോ അവസ്ഥ? നായ്ക്കൾ നക്കിയ ഭക്ഷണമാണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇനി അങ്ങോട്ട് വിടണ്ട. കാര്യം ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ കാര്യം എന്താണ്? ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ ഭക്ഷണ മെനു പരിഷ്കരിച്ചു. അപ്പോൾ അതൊരു വലിയ വാർത്തയാണ്. അതിന്റെ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ബിരിയാണിയും പുലാവും അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ അവർക്ക് ആഹാരം പോലും ഏറ്റവും മികച്ച ഭക്ഷണം നൽകാനുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കി തുടങ്ങുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്ഷേപിക്കണ്ടേ? അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കരിവാരി തേക്കണ്ടേ? ആ കരിവാരി തേക്കാൻ വേണ്ടി ഒരു മാധ്യമത്തിനകത്തൂടെ എത്ര വിദഗ്ധമായിട്ടാണ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മനോരമ എഴുതുന്ന ഓരോ ക്യാപ്ഷനും വായിക്കുമ്പോൾ നിങ്ങൾ ഉടനടി നമ്മുടെ മനസ്സിൽ പൊതുവെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് പത്രങ്ങളിൽ വരുന്ന വാർത്ത നമ്മുടെ നാടിനെ സംബന്ധിച്ചതാണെന്നുള്ള പൊതു തോന്നൽ അങ്ങനെ കാണുകയേ ചെയ്യരുത്. അങ്ങനെ നമ്മൾ കാണുകയും അങ്ങനെ നമ്മൾ ഇതിനെ വിലയിരുത്തുകയും അങ്ങനെ ഇതിനെ തെറ്റിദ്ധരിക്കുകയും വേണമെന്നുള്ള മനോരമയുടെ ഉദ്ദേശശുദ്ധി എന്തിനെന്നാൽ ഈ നാട്ടിലെ ഒരു സർക്കാർ സംവിധാനത്തെ ഇകഴ്ത്താനും അട്ടിമറിക്കാനും വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണെന്ന് മനസ്സിലാക്കുക. അതിനാണ് ഛത്തീസ്ഗഡിലെ ഈ ഒരു വാർത്തയെ ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചതെന്ന് പറയേണ്ടി വരികയാണ്.